ആഴിമല ശിവക്ഷേത്രം എനിക്ക് പിന്നിൽ കാണുന്ന ഈ മഹാശിവനെ കാണാനും അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്കുമൊക്കെയായി എത്തുന്ന ആളുകൾ നിരവധിയാണ്. ഇന്ന് രാവിലെ തൊട്ട് തന്നെ ക്ഷേത്രത്തിലെ ചടങ്ങുകളൊക്കെ തുടങ്ങി. രാവിലെ ശീവേലിയും അതുപോലെ തന്നെ ഗണപതി ഹോമത്തോടും ഒക്കെ കൂടെ തന്നെ ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഈ ബലിതർപ്പണത്തിനായിട്ടൊക്കെ വലിയ തിരക്കുമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ പ്രതിമയ്ക്കപ്പുറം കാണുന്നത് ഒരു കടലാണ്. ആ കടലും അതേപോലെ തന്നെ ആ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കാനും ഒക്കെ എത്തുന്ന ആളുകൾ നിരവധിയാണ്. അതിനപ്പുറത്തേക്ക് ഈ മഹാശിവരാത്രി പ്രാർത്ഥനാഭരിതമാക്കുന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിരവധി പേരാണ് ക്ഷേത്രങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തിരക്കും രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷമാക്കുകയാണ്. ഇന്ന് ആളുകളൊക്കെ ഈ ശിവരാത്രി വ്രതവും അതേപോലെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള അനുഷ്ഠാന ചടങ്ങുകളിലുമൊക്കെ ചേരുന്നുണ്ട്. ചേട്ടാ, രാവിലെ എത്തിയോ? രാവിലെ എത്തിയതാണ്. ഇപ്പം എങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ? രാവിലെ 4:50 നട തുറന്ന് നിർമ്മാല്യം കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും പൂജാതി കർമ്മങ്ങളെല്ലാം ഉണ്ട്. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ശിവരാത്രി വ്രതം എടുക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ട്. രാത്രി ഉറക്കൊഴിക്കുന്നുണ്ട്. അതേപോലെ ഇവിടുത്തെ തിരക്കെങ്ങനെയുണ്ട്? ഇപ്പോൾ ഇവിടുത്തെ തിരക്ക് ഇന്നത്തേക്കാൾ കൂടുതലാണ്. എന്നും തിരക്ക് കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് കൂടുതലായിട്ട് അനുഭവപ്പെടും. അതേപോലെ ബലിതർപ്പണ ചടങ്ങുകൾക്കൊക്കെ ആളുകൾ എത്തുന്നുണ്ട്. ഇവിടെ ബലിതർപ്പണ ചടങ്ങ് എന്ന് പറയുമ്പോൾ വൈകുന്നേരമാണ് കൂടുതലും ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും കറങ്ങി ആൾക്കാർ പൂ ഇടുന്നത്. അന്നത്തെ ദിവസം പ്രത്യേകിച്ചിട്ടുള്ള ഒരു ദിവസമാണ്. അത് മഹാദേവന് ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഈ കൂവളമാലയാണോ? എല്ലാ രീതിയിലും കൂവളമാലയുണ്ട്, നമ്മളെ ഹാരജമന്തിയുണ്ട്, പുഷ്പാഭിഷേകമുണ്ട്, 4 നേരം പൂജയുണ്ട്. വൈകുന്നേരം പുഷ്പാഭിഷേകം കഴിഞ്ഞിട്ട് ഇന്ന് പ്രത്യേകിച്ച് പൂജകളും കാര്യങ്ങളും ഉണ്ട്. ചടങ്ങുകൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ ആളുകൾ ഇന്നത്തെ ദിവസം എത്തും. അതേപോലെ ഇന്ന് ശിവരാത്രി രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പ്രാർത്ഥനാഭരിതമാകുന്ന പ്രാർത്ഥനകളിൽ മുഴുകുന്ന ആളുകളും നിരവധി ഉണ്ടാകും. എന്തായാലും വലിയ തിരക്ക് തന്നെയാണ് ആഴിമല അനുഭവപ്പെടുന്നത്.